മേഡം, ഇവിടെ വരുന്നതിന് തൊട്ടു മുമ്പ് ഏറ്റവും കൂടുതൽ കേട്ട പേര് ഒരു ഭഗവാന്റേതായിരുന്നു. എന്താ രമേശ് ഇത്? ആണ്ടവൻ. ആണ്ടവൻ. പണിക്കർ എന്ന ബിഗ് ഷോട്ടിനെ വെറുപ്പിച്ചിരിക്കുന്ന ഈ ഭഗവാന്റെ പേരില് 3 or 4 പെറ്റി കേസ് അല്ലാതെ വേറൊന്നും രജിസ്റ്റർ ചെയ്ത് കാണുന്നില്ലല്ലോ. അതോ വന്ന് വന്ന് നിങ്ങൾ ഈ ഭഗവാനെ പൂജിക്കാൻ തുടങ്ങിയോ? അവനെ പിടിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കാഞ്ഞിട്ടില്ല. പേര് പോലെ തന്നെ സ്വഭാവം, തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് അന്വേഷിച്ചെന്നാലോ കാണേയില്ല. ഓഹോ, പണിക്കരുടെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് കംപ്ലൈന്റ് കിട്ടിയാ അത് വെച്ച് മൂവ് ചെയ്യായിരുന്നു. അയാൾ അത് തരാതെ എന്ത് ചെയ്യും മേഡം? എന്റെ പരസ്യക്കട മുത്തപ്പനാണ് ഇത് നുണ. നല്ല വെള്ളാരം കല്ല് വെച്ച നുണ. എന്തായാലും നമസ്കാരം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരും ഇതിനു മുമ്പ് ഇവിടെ ഇരുന്നവരും അവനെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. പക്ഷെ അവൻ ഈ ടൗണിൽ തന്നെ ഉണ്ട്. നിങ്ങളാരാ? അയ്യോ എന്റെ പൊന്നോടേത്, ഞാനത് പറയാൻ വിട്ടു. ഞാൻ വെറും പണിക്കരാ, മൊയിലാളി. പണിക്കേഴ്സ് ഗ്രൂപ്പിന്റെ ആശുപത്രിയും ടെക്സ്റ്റൈൽസും ജുവലറിയും ഒക്കെ ചുമ്മാ എടുത്തോടാ പരമേശ്വരൻ പണിക്കരെ എന്ന് പറഞ്ഞ് ആ പരമേശ്വരൻ തന്നതാണേ. അവിടെ കേറിയ ആ പന്ന കളിക്കുന്നത്. സർ, വന്ന കാര്യം പറയണം. അത് കറക്റ്റ്, അത് കറക്റ്റ്. ഇനി ഞാനായിട്ട് പെറ്റീഷൻ തരാത്തോണ്ട് ആ നാറിയെ പിടിക്കാനൊത്തില്ല എന്ന് പറയണ്ട. ദാ തന്നിരിക്കുന്നു. കഴിഞ്ഞ 1-2 മാസമായി എന്റെ കടകളിൽ കയറി ആണ്ടവൻ തണ്ടി. ഭഗവാനെ നിന്നെയല്ലേ കേട്ടോ, കട്ടുപിടിച്ച സകല വിവരങ്ങൾ ഇതിലുണ്ട്. മോളവൻ എങ്ങനെയെങ്കിലും അകത്താക്കണം. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന നിയമന്മാര് കുറെ നോക്കിയത് അലവലാദികൾ, വിട്ടി കൂഷ്പാണ്ഡങ്ങൾ, സർക്കാരിന്റെ ശമ്പളം ഞൊട്ടി നുണയാൻ, ഡമ്മി കളിക്കാനും അല്ലെ ഇവന്മാരെ കൊണ്ട് കളഞ്ഞു പിടിക്കാറിയോ? ഒന്നിറങ്ങി പോണം മിസ്റ്റർ. ഈ സ്റ്റേഷനിൽ സാറിരിക്കുന്ന കസേരയ്ക്ക് മേലെ ഒരു കസേരയുണ്ട്, CI കസേര. അവിടെ ഇരിക്കാൻ വടക്കുന്നൊരാള് പുറപ്പെട്ടിട്ടുണ്ട്. അറിയാം, പണിക്കർ എന്ന വലിയ കച്ചവടക്കാരന്റെ മകൻ ആ കസേരയിൽ ഇരിക്കാൻ വരുന്നു എന്ന് അറിഞ്ഞു. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ സാറിന് തീരെഴുതി കിട്ടിയിട്ടില്ലല്ലോ. മെടുക്കത്തിയാണല്ലോ മോളെ. അവനെ ഉണ്ടാക്കി വളർത്തി വലുതാക്കി പഠിപ്പിച്ച് സർക്കിൾ ഇൻസ്പെക്ടറാക്കി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചെടുക്കാമെങ്കിൽ ഈ സ്റ്റേഷൻ തീരെഴുതി മേടിക്കാൻ ഈ പണിക്കർക്ക് കഴിയും. കാരണവന്മാർക്ക് അടുപ്പിലും ആകാമെന്ന് കേട്ടിട്ടില്ലേ? പണിക്കരും ഒരു കാരണവരാ, ഈ ടൗണിന്റെ കാരണവര്. മെഴിച്ചു വെക്കാതെ കാരണവരുടെ പരാതി തീർത്തോട്. അല്ലെങ്കിൽ എന്റെ മോൻ വടക്കൂന്ന് വരുമ്പോ കാരണം ബോധിപ്പിക്കാൻ നീട്ടി വലിച്ചടിച്ചു കൊടുക്കേണ്ടി വരും. സല്യൂട്ട്, സല്യൂട്ട്. വിളിക്കണ്ട, ഞാൻ പൊക്കോളാം. എവിടെ ആണ്ടവന്റെ താവളം? പോലീസ് ആണ്ടവൻ എഴുതുന്ന വെച്ചാ നമ്മൾ കണ്ടില്ലാന്ന് പറഞ്ഞോട്ടാ. ഒരു സിനിമ നീ സിനിമ നടനാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അഭിനയിക്കുന്ന വേഷത്തിൽ ഇവിടേക്ക് വരണം. ഡോക്ടറെങ്കിൽ ഡോക്ടർ, പോലീസെങ്കിൽ പോലീസ്. അതെ മോളെ, ഞങ്ങൾ ഈ അമ്മയും മോനും തമ്മിൽ വെറുതെ ഒരു കാര്യം. ഈ കുടുംബത്തിൽ ഇത്തിരി കലാവാസനുള്ളത് ഇവനാ. ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് എടുത്താലുണ്ടല്ലോ അസല് മമ്മൂട്ടിയാ ഇവൻ, മമ്മൂട്ടി. മാറി നിൽക്കത്തള്ളേ എന്റെ കർത്താവേ. മേഡം, കഞ്ചാവ്. ഹലോ, കഞ്ചാവോ? ഇതെന്നെ കഞ്ചാവല്ല, എന്ത് ചതി പറ്റിയതാ? എവിടെ നടക്കാൻ എന്റെ കഞ്ചാവല്ല, ഈ കോളിൽ കഞ്ചാവ് ആ ഒരുത്തൻ നിൽക്കണവൻ. നീയല്ലടാ ആണ്ടവന്റെ ഫ്രണ്ട് മായൻകുട്ടി. എവിടെടാ ആണ്ടവൻ? എനിക്കറിയില്ല. നീ പറയും മൈനെ. ആണ്ടവൻ എവിടെയാ? ആണ്ടവനോ? എനിക്കറിയാവുന്ന ഒരേ ഒരാണ്ടവനാ. പക്ഷേ ദേ അന്യജാതിക്കാരി ആയതുകൊണ്ട് ഞാൻ ആ പരിസരത്തേക്ക് കടക്കാറേ. കള്ളനാണ്ടവനെ നിനക്കറിയില്ല? കൊള്ളനും എന്റെ കുടിയിൽ വന്ന ചൂലും കെട്ടെടുക്കും ഞാൻ, ചൂലും കെട്ട്. ഈ മറിയാമ്മയുടെ ശബ്ദം കേട്ടാൽ ഈ പരിസരത്തെ ഒരു പട്ടി പോലും കുരക്കില്ല എന്റെ സാറേ. എന്റെ മോന് അതി തെണ്ടി തിരിഞ്ഞ് കയറി വന്ന ഏതോ പുതിയ പട്ടിയായിരിക്കും. സാറന്മാർക്ക് എന്താ അറിയേണ്ടത്? മേഡം, ഇവിടെ അവിടുത്തെ മറ്റേ സെക്സ് വർക്കർ. നിന്റെ കച്ചവടം എവിടെ വെച്ച് തന്നെയാണോടി? അതിപ്പോ നല്ല തിരക്കുള്ളവരാണെങ്കിൽ ഇവിടെ വരും, അല്ലാത്തൊരു കൂട്ടിക്കൊണ്ടുപോകും.
കളിച്ചിട്ട് വാ കേട്ടോ. സാറന്മാർക്ക് അറിയേണ്ടത് ആണ്ടവൻ എവിടെയാണെന്നല്ലേ? ഇവിടെ വരാറുണ്ട്. എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ ഒടേതമ്പുരാന് പോലും പറയാൻ പറ്റത്തില്ല. ഇനി വന്നാ തന്നെ ഞങ്ങൾ ആരും കാണിച്ചു തരാനും പോണില്ല. ഇനി ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് സംശയമെങ്കിൽ കേറി തപ്പിക്കോ സാറേ. പക്ഷേ വെറും കൈയോടെ തിരിച്ചു പോകരുതെന്ന് മാത്രം. രാത്രി നേരത്ത് സരസനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോ ഏമാര് തേനലിക്കുന്ന വർത്താനോ പറയാറ്. അത് മുടക്കല്ല. നിന്നെയൊന്നും തൊടാൻ പറ്റില്ലല്ലോ, നീ വലിയ യൂണിയൻ മെമ്പർ ആയി പോയില്ലേ? ഏമാനിപ്പൊ തൊട്ട് നോക്കണമെന്നുണ്ടോ? ഞാൻ റെഡിയാ. മര്യാദയ്ക്ക് സംസാരിക്ക. പോലീസ് അന്വേഷിക്കുന്നവരെ ചേരിയിൽ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ സൂക്ഷിച്ചോ. സകലരും കേറി ഇറങ്ങിയിട്ട് വരും സ്റ്റേഷനിലേക്ക്. വളയിട്ട് കൈകൊണ്ടാണെങ്കിലും ഇടിക്കൊരു മയം ഉണ്ടായില്ല. എന്തിനാണ് മോനെ നീ ഇങ്ങോട്ട് വന്നത്? നിന്നെ അന്വേഷിച്ച പോലീസ് എങ്ങാനും വന്ന? നീ ഇവിടെ ഇരിക്ക്. നീ പോയി ഒരു ചായ എടുക്ക. നീ ചായ കുടിച്ചതല്ലേ? പിന്നെ സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടെന്ന് വെറുതെ പറയാ. ഇത്തിരിക്കോളം കഞ്ചാവ് സൂക്ഷിച്ചേനാ അപ്പുറത്തെ ഭാസ്കരനെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തുറ്റിക്കളിക്കണത്. പിന്നെ കുറ്റം പറയാൻ പറ്റില്ല. അടിക്ക് കുറവില്ലെങ്കിലും തെറിക്ക് കുറവുണ്ട്. അതാ ഒരു സമാധാനം. നിന്നെ അവരൊരുപാട് തല്ലുവരാ. ഒലിപ്പുറമെ തല്ലി ചെറുക്കാനല്ലേ അവർക്ക് പറ്റൂ. ചങ്ക് കുത്തിപ്പറിക്കാനൊന്നും പറ്റില്ലല്ലോ. അതിനകത്തിലുള്ള നീയുള്ളത് ചത്താലും ഞങ്ങളൊറ്റില്ല. ഇതവളുടെ ആദ്യത്തെ അവസാനത്തെയും വരവാ. ഇനി നിങ്ങളെ തല്ലാൻ അവളുടെ കയ്പുമില്ല. മിഴിച്ചേക്കാതെ ആവി കുറയ്ക്കടി. ചെടി കുറയ്ക്കാൻ എന്റെ അൻപതാകം വരെ പൊള്ളുന്നു. അവരത് ചെയ്യില്ല പണിക്കരെ. ഇടയ്ക്കൊക്കെ ഇത്തിരി ചൂടും വേവുണ്ടാവുന്നത് നല്ലതാ. പോലീസിന്റെ ഇടികൊള്ളൻ ആ പാവങ്ങളും ആദ്യം പിടിച്ച് രക്ഷിക്കാൻ ഈ പണിക്കരും അത് കലക്കിണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി അങ്ങോട്ട് വന്നാലോ? അയ്യോ എന്റെ പൊന്നാണ്ടവാ, ഒന്ന് നിർത്ത്. ഈ വെച്ചാൽ ഞാൻ ഉടഞ്ഞു പിന്നെ ഉപ്പിട്ട് കോരിയാ മതി. പുതിയ SI ചാർജ് എടുത്ത ദിവസം തന്നെ താൻ ചേരിയിൽ ഇറക്കി റെയ്ഡ് നടത്തിയല്ലേ? അവിടെ വന്ന് ഷൈൻ ചെയ്യാൻ താൻ പറഞ്ഞയച്ച ആ പെമ്പർനോർത്തിക്കുള്ള മിഠായി ഞാൻ കൊടുക്കണ്ട്. പക്ഷെ ഇനി പോലീസുകാരോ ഗുണ്ടകളോ ചേരിക്കാരുടെ മെക്കെട്ട് കയറി കുമ്മി കളിക്കാൻ വന്നാൽ പണിക്കരെ ഇത് അവസാനത്തെ വാണിങ്ങാ. അല്ലെങ്കിൽ പതച്ച തമ്പുരാനാണ്. പാടുപെടും, പാടുപെടും. എന്തൊക്കെ പതിവില്ലാണ്ടൊരു വെളിച്ചം. വാ തുറക്കാൻ. എന്താണോ തന്റെ തൊണ്ടയിലെ ഓട്ടയിറഞ്ഞു പോയോ? ഈശ്വര, ഇവിടെയും താമസക്കാരെത്തിയോ? വേണ്ട, അങ്ങനെ ഇപ്പൊ മുഴുവൻ മരുന്നും താൻ കുടിക്കണ്ട. തന്റെ സൂക്കാട് പെട്ടെന്ന് മാറും. അത് ശരിയാവില്ലല്ലോ. ചന്ദ്ര, അച്ഛന് മരുന്ന് കൊടുത്തല്ലോ അല്ലേ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഞാനിത് മുടക്കോ? സോറി അച്ഛാ, ഇത്തിരി ലേറ്റായി. ജോയിൻ ചെയ്ത് നേരെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും വന്നു ഓരോ മാരണങ്ങള്. പക്ഷെ ഇന്ന് ശരിക്കും അച്ഛന്റെ മോളുടെ ദിവസമായിരുന്നു. ദ ഡേ ഓഫ് ഇൻസ്പെക്ടർ ശ്രീരേഖ. അപ്പൊ ഇന്ന് മുതൽ കള്ളന് കാവല് പോലീസായി നർത്തം. സ്റ്റേഷനിൽ ആദ്യത്തെ വിസിറ്റർ ആരായിരുന്നെന്ന് അറിയോ? പഴയ പണിക്കര് സാറ്. എന്റെ കണ്ണു വല്ലതും കണ്ടാവോ? അയാൾക്കൊരു മകനുണ്ടായിരുന്നില്ലേ അച്ഛാ? അയാൾ ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറി വരുന്നു.
വിത്ത് പ്രൊമോഷൻ CI. വേണ്ട രീതിയിൽ ഫേവർ ചെയ്ത് നിന്നില്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന ഭീഷണി. ഞാൻ ഇറങ്ങി പോവാൻ പറഞ്ഞു. അത് കലക്കി ചായ. എന്നിട്ടായിരുന്നു റിയൽ പെർഫോമൻസ്. ആണ്ടവന്റെ ഒളിത്താവളം ഉണ്ടല്ലോ ചേരി, അവിടെ ഒരു റെയ്ഡ്. ആണ്ടവന്റെ ശരിക്കുള്ള താവളത്തിലെ മോളെ നീ ഇപ്പൊ കയറി കഞ്ഞി വയ്ക്കുന്നത്. അച്ഛൻ നോക്കിക്കോ, ഒരു കാര്യം ഉറപ്പാ, അവൻ എവിടെ കയറി ഒളിച്ചാലും ഒരു ദിവസം എന്റെ കയ്യിൽ പെടും. പെടും, നീ പെടാപ്പാട് പെടും. ഞാൻ ഈ വീടിന്റെ മോളിൽ തന്നെ ഉണ്ട് മോളെ. എന്റെ ആദ്യ ദിവസം ഞാൻ മോശമാക്കിയില്ലല്ലോ ഗംഗാധരൻ പോലീസ്. ഇന്ന് പൗഡർ ഇട്ടില്ലേ ചന്ദ്ര? ഇട്ടു. അച്ഛന്റെ പുറത്ത് പൗഡർ ഇട്ടില്ലേന്ന് മറന്നു. ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യില്ല. ഇനിതാ ഇങ്ങോട്ട് വരാൻ. പതുക്കെ. ദേവരുടെ സ്വത്തും വരുമാനവും ദേവസ്വത്തിലേക്കുള്ളതാ. എന്നുവെച്ചാ അമ്പലത്തിന്റെ നടത്തിപ്പിന്. അത് പണിക്കർക്കും കുടുംബത്തിനും വെട്ടിവിടുങ്ങാനുള്ളതല്ല. അവരോട് തേവര് തന്നെ ചോദിച്ചോളൂ. നിങ്ങൾ നാളെ കോടതിയിൽ സാക്ഷി പറയാനൊന്നും പോണ്ട. ഇനി അതിന്റെ പേരിൽ ഈ വീട്ടിനോട് ഇറങ്ങി പോകേണ്ടി വരും. ആയിക്കോട്ടെ ഭവാനി, കടത്തിനെ കിടന്ന് ഉറങ്ങിയാലും വേണ്ടില്ല. കള്ള് കാച്ചോടം പോലെ തന്നെ അമ്പലമൊന്നും വിചാരിക്കാൻ പാടില്ല. സ്റ്റേഷനിലേക്ക് കൊത്തി നീ അമ്പലത്തിൽ കയറി കൊട്ടാൻ തുടങ്ങിയല്ല സാർ എന്തായി പറയുന്നേ? ആഹാ പൊട്ടം കളിക്കാ. അയ്യോ, അങ്ങേര് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങേര് കൊണ്ടുപോകരുത്. ഭഗവാന്റെ തിരുവാഭരണം മോഷ്ടിച്ചത് പോരായിരിക്കും. എന്റെ ദൈവമേ. മോനെ, ഈ അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛന്റെ അവതാരത്തിൽ പഠിക്കുകയും താമസിക്കുകയും ചെയ്തിട്ട് നീ അങ്ങനെ വലിയ ആളുണ്ടട്ടാ കള്ളന്റെ മോനെ. മുരുക വേണ്ട, മുരുക വേണ്ട. മൊട്ടേന്ന് വിരിഞ്ഞില്ല, അപ്പോഴേക്കും തന്തയുടെ പണി തുടങ്ങിയല്ലടാ നായിന്റെ മോനെ. എന്താ സാറേ ഈ കാണിക്കുന്നത്? എന്റെ മോൻ എന്ത് തെറ്റാ ചെയ്തത്? ആ അത് ശരി. അപ്പൊ മോന്റെ കൊടവധികാരൊന്നും അറിഞ്ഞില്ല. എവിടെ സ്കൂൾ ബാഗ്? മോനെ മോനെ. ആഹാ, ഇയാള് കൊള്ളാമല്ലോടാ. മോനെ. ഇതെവിടുന്നാടാ? മോനെ. എനിക്കറിയില്ല അമ്മേ. പണിക്കരുടെ മോന്റെ മാലയായത്. ഇത് മോൻ കെട്ടതോ അതോ തന്ത ചട്ടത് കൊണ്ട് മോനെ കൊണ്ട് കട്ടടിപ്പിച്ചതോ?